CPM-ന്റെ ആസ്ഥാന കേന്ദ്രം ഇരിക്കുന്ന കുന്നുകുഴി വാർഡ് തിരിച്ചുപിടിക്കാനുള്ള വലിയ ദൗത്യത്തിലാണ് ഇടത് സ്ഥാനാർത്ഥി ബിനു IP. മുൻപ് കൗൺസിൽ ആയിരുന്നപ്പോഴും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നപ്പോഴും നടത്തിയ പ്രവർത്തനങ്ങൾ വോട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ബിനുവിന്റെ രണ്ടാമംഗം. AK സ്റ്റെഫിൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അതിവാശിയേറിയ പ്രചാരണത്തിലേക്ക് ഓരോ പാർട്ടികളും മാറിക്കഴിഞ്ഞു. CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പോരാട്ടം നടക്കുന്ന ഒരു വാർഡുണ്ട്. അത് കുന്നുകുഴി വാർഡാണ്. കാരണം CPM-ന്റെ പാർട്ടി ആസ്ഥാനം ഇരിക്കുന്നത് കുന്നുകുഴി വാർഡിലാണ്. ആ വാർഡ് തിരിച്ചുപിടിക്കാൻ പാർട്ടി നിയോഗിച്ചിരിക്കുന്നത് IP ബിനുവിനെയാണ്. തിരിച്ചുപിടിക്കാൻ പറ്റുമോ? ഉറപ്പായിട്ടും 100%. അത് കഴിഞ്ഞ 2015-20 കാലഘട്ടം, അത് ആ കാലഘട്ടത്തിലാണ് ഇവിടെ ഞാൻ ആദ്യമായിട്ട് മത്സരരംഗത്ത് വരുന്നത്. ആ കാലഘട്ടത്തിൽ നമ്മൾ ഒരു വിജയിച്ചു. ആ 5 വർഷം ജനങ്ങൾക്കൊപ്പം ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ വാക്ക് ഞാൻ പാലിച്ചു. ജനങ്ങൾക്കൊപ്പം 5 വർഷം ഉണ്ടായിരുന്നു. അവരുടെ ഏതാവശ്യത്തിനും എന്നെ തേടി അവർ വരേണ്ടി വന്നിട്ടില്ല. ഞാൻ വിളിച്ച ഉടനെ അവരുടെ അടുത്ത് എത്തുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞത് വനിതാ വാർഡായി. അപ്പോഴത്തേക്കും നമ്മളെ കയ്യിൽ നിന്ന് വീണ്ടും വാർഡ് വിട്ടുപോയി. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ഞാൻ വരണം എന്നുള്ള ആഗ്രഹം ജനങ്ങൾക്കുണ്ട്. എന്നുവെച്ചാൽ അവർക്കൊപ്പം നിന്നുള്ളതുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അവർക്കൊപ്പം നിൽക്കണം എന്നുള്ള ആഗ്രഹം അവർ ഇറങ്ങിയപ്പോൾ തന്നെ ഇപ്പം ഏകദേശം 2 ബൂത്തിലായിട്ട് കുറേ വീടുകൾ കയറി. അപ്പോൾ അവർക്കെല്ലാം ഭയങ്കര സന്തോഷമാണ്. ഈ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നല്ലോ അന്ന്. ആ സമയത്ത് അന്നത്തെ ഒരു പ്രവർത്തനങ്ങളൊക്കെ ജനങ്ങൾ കണ്ടിട്ടുണ്ട്. ആ ഒരു വിലയിരുത്തൽ കൂടി ഉണ്ടാവും ഒരു പക്ഷേ ജനങ്ങൾ. ഉറപ്പായിട്ടും. അന്ന് ഈ വാർഡ് മാത്രമല്ല, എനിക്ക് 100 വാർഡിലെയും വിഷയങ്ങൾ നോക്കണമായിരുന്നു. അപ്പോഴത്തേക്കും അന്ന് കോവിഡ് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടായ കോവിഡ് കാലഘട്ടത്തോടെയാണ് ഞാൻ ഹെൽത്ത് ചെയർമാനെ സമയം കടന്നു പോകുന്നത്. അപ്പം എല്ലാ വാർഡുകളിലും പ്രതിരോധ പ്രവർത്തനത്തിന് വേണ്ടി ഓടി നടന്നു. മേരി പുഷ്പവും കോൺഫിഡൻ്റ് ആണ്. ഒപ്പം തന്നെ BJP അവർ ഒരുപാട് വോട്ട് വർദ്ധിപ്പിക്കുമെന്നൊക്കെ ഉള്ളതൊക്കെയാണ് ഒരു വിലയിരുത്തലായി വന്നിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും നമുക്ക് ജനങ്ങൾ വിധി ചെയ്തിട്ടെ. ഇവിടെ ഞാൻ ഉള്ള നേരെ പോകുന്ന സ്ഥലമാണ് എനിക്ക്. നമുക്ക് കള്ളം പറഞ്ഞ് നുണപ്രചാരണം നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിറങ്ങേണ്ട കാര്യം എനിക്കില്ല. ജനങ്ങൾ കൺമുൻ കാണുകയല്ല. അവരുടെ പ്രദേശങ്ങളെല്ലാം എങ്ങനെയാണെന്നുള്ള അവർ നേരിട്ട് കാണുകയില്ല. അപ്പോൾ അവർ നടത്തിയ പ്രവർത്തനങ്ങൾ എന്താണെന്നുള്ള അവർ വിലയിരുത്തട്ടെ. അപ്പോൾ ഇനി AK സെൻറ്റർ ഇരിക്കുന്ന വാർഡിലെ കൗൺസിലർ CPM-കാരൻ തന്നെ ആയിരിക്കും. ഉറപ്പാണ്. ശരി, ഏതായാലും അങ്ങനെ IP ബിനുവിൻ്റെ പ്രചാരണം സജീവമായി മുന്നോട്ട് പോവുകയാണ്. ക്യാമറമാൻ MR അനൂപിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.